പിതാവെ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലുണ്ടായ ആക്രമണത്തിൽ ഇത്തരത്തിൽ കൃത്യമായ നടപടി എടുക്കാത്തത് കൊണ്ടാണല്ലോ പിന്നെയും ഇത് ഇപ്പോൾ ഒഡീഷയിൽ ആവർത്തിച്ചിരിക്കുന്നത്. അതിൽ എന്താണ് CBC? അതുകൊണ്ടാണ് ബന്ധപ്പെട്ട സർക്കാരുകൾ എല്ലാ സർക്കാരുകളോടും, ഞാൻ ഇപ്പോൾ സംസ്ഥാനവും ഇതിലുണ്ട്, അവരോട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടിയെടുക്കണം. അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം. അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പറയുന്നില്ല, എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള വ്യാഖ്യാനമല്ല, സത്യം അറിഞ്ഞ് ഇത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്, ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ഇങ്ങനെ ശരിയാണ്, ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണങ്ങൾ എന്ന് തന്നെ പറയാം. അത് ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ പോയിരുന്നു, അവിടെയും ചില രാജ്യങ്ങളിൽ ഇത് ഉണ്ട്. അതുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമാധാനവും സന്തോഷവും എല്ലാവർക്കും സഹവർത്തിത്വത്തിനും വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇതിൽ ഏറ്റവും ഉറപ്പുവരുത്തേണ്ടത് സർക്കാരുകളുടെ ഭാഗത്തു നിന്നാണ്. ആര് ഭരിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും. ഇപ്പോൾ ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് നടക്കുന്നു, ഒഡീഷയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നു. ഇത് ശരിക്കും ക്രൈസ്തവ വിഭാഗത്തെ പ്രത്യേകിച്ച് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിൽ എല്ലാവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കണം. ഞാനിപ്പോൾ അവിടെ ജബൽപൂരുണ്ടായി ഈ അടുത്തൊരാക്രമണം, അവിടുത്തെ വിളിച്ചിരുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടായി. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവരും പേടിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. ആരോടും മിണ്ടരുത് എന്ന് പറഞ്ഞു. അവരൊക്കെ പറയുന്നത് ദയവേത് മിണ്ടരുത്, ഇത് പറഞ്ഞാൽ കൂടുതൽ ആക്രമണങ്ങളുണ്ടാകും. അതുകൊണ്ട് ഭയത്തിൻ്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഭയമുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഇല്ലെന്ന് ചോദിച്ചാൽ ഭയമുണ്ട്. പലരും ഇപ്പോൾ CBCയിൽ നിന്ന് ഡൽഹിയിൽ നിന്നാണ് ഞങ്ങളുടെ ഓഫീസ്, CBCA ഓഫീസിലേക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ അവിടുത്തെ PRO ഒരു റോബിൻസൺ എന്ന് പറഞ്ഞ അച്ഛനാണ് ഇപ്പോൾ എൻ്റെ PRO. അദ്ദേഹം ഇവിടെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, CBCA ഓഫീസിലും ബന്ധപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവരുടെയും സ്നേഹത്തോടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ അവരെല്ലാവരും സഹായിച്ചിട്ടുമുണ്ട്, സഹായിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഭയമില്ലാതെ ജീവിക്കാൻ ഓരോ വിഭാഗത്തിന് ന്യൂനപക്ഷങ്ങൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, ബന്ധപ്പെട്ട എല്ലാവരുടെയും. ഞാൻ ഭരിക്കുന്ന സർക്കാരിനെ ഞാൻ പറയുള്ളൂ. ആര് ഭരിച്ചാലും അത് ഈ പ്രത്യേകിച്ച് വിവിധ പാർട്ടികൾ ഭരിച്ചപ്പോഴും ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് കൂടിയിട്ടുണ്ട് ആക്രമണങ്ങളെന്ന് മാത്രം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ ആശങ്കകൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഭയമുള്ളതുകൊണ്ട് ആശങ്കകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി കൂടുതൽ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. എല്ലാ ബന്ധപ്പെട്ട പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായിട്ടും പിന്നെ ഇതിൻ്റെ ഭരിക്കുന്ന പാർട്ടികളോടും മാത്രമല്ല, ഞാനിപ്പോൾ വിളിച്ചു പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് മാത്രമല്ല, ഓപ്പോസിഷൻ ലീഡേഴ്സിനോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങളും ദയവ് ചെയ്ത് ഇതിങ്ങനെയുള്ളതിന് സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഓപ്പോസിഷൻ ലീഡേഴ്സിനെയും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അപേക്ഷ, ആ കേസ് തെറ്റായ ആരോപണമാണ്. അതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. അതുകൊണ്ട് തെറ്റായ ആരോപണമായതിനാൽ കേസ് എന്താ പറയുക, അതിന് എത്രയും വേഗം FIR നോക്കി തന്നെ എന്തായാലും എത്രയും വേഗം കേസ് ഇല്ലാതാക്കണം, ക്വാഷ് ചെയ്യണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തെറ്റായൊരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, നേരത്തെ നിങ്ങൾക്കറിയാൻ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു അച്ഛൻ ബാബു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഏകദേശം 89 ദിവസവും മറ്റോ ജയിലിൽ കിടന്നു. അവസാനം ഒരു കുറ്റമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, നിരപരാധികൾ പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ഇല്ലാതാക്കാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇല്ലാതാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണം.